എനിക്ക് നിങ്ങളോട് ദേഷ്യം ഒന്നുമില്ല, സഹതാപം മാത്രം. അയ്യോ ഭയ്യാ കാ മൻ അച്ഛാ ഹൈ. എന്റെ മക്കള് ഇത്രയും വിഡ്ഢികളായി പോയല്ലോ എന്നോർത്തുള്ള വെറും സഹതാപം. ഡാഡി ഞങ്ങളെ കൂടുതൽ കയറി ചൊറിയാൻ വരരുത്, ഞങ്ങള് കയറി അങ്ങ് മാന്തും. ഡാഡി ഈ പറഞ്ഞതിന്റെ അർത്ഥം ആ സ്ത്രീയും മകളെയും മറക്കാൻ ഡാഡി തയ്യാറല്ല എന്നാണോ? ശില്പ കമ്പനിയിൽ ചാർജ് എടുത്ത മായാദീദിയുടെ ആത്മാവ് സഹിക്കില്ല. ദീദിക്ക് രോദൻ ഞാൻ കേൾക്കുന്നുണ്ട്. മേ സുൻ സക്തി ഹൂ. ശില്പയെ കമ്പനിയുടെ വൈസ് ചെയർമാനാക്കാനുള്ള നീക്കത്തിൽ നിന്നും ഡാഡി പിന്മാറണം. പകരം ഡാഡിയുടെ മൂത്ത മകൻ എന്ന നിലയിൽ ആ സ്ഥാനം എനിക്ക് തരണം. ബിസിനസ് പഠിച്ചത് ഞാനാ. വൈസ് ചെയർപേഴ്സൺ ആകാനുള്ള അർഹത എനിക്കാ ഉള്ളത്. കല്യാണം കഴിച്ച് നീ വേറെ കുടുംബത്തിലേക്ക് പോകണ്ടവള. ഈ കുടുംബത്തിന്റെ ബിസിനസ്സിൽ നിനക്കുയർന്ന പോസ്റ്റ് തരേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ പഴയ കോൺസെപ്റ്റാ. ഇന്നത്തെ കാലത്ത് കഴിവ് കെട്ട ആൺമക്കളെക്കാൾ ഷൈൻ ചെയ്യാൻ പറ്റുന്നതേ പഠിപ്പും ലോക വിവരമുള്ള പെൺകുട്ടികൾക്കാ. ഞാൻ കഴിവില്ലാത്തവനാണെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ പൊതുവെ പറഞ്ഞതാ. ഏട്ടൻ ഇനി അതി കയറി പിടിച്ച് എന്നെ ചാടിക്കടിക്കാൻ വരണ്ട. തർക്കം വേണ്ട. ഭയ്യ, ഞങ്ങള് 3 പേരും പയ്യയുടെ താഴെ വൈസ് ചെയർമാൻമാരാവാ. അതാ നമ്മുടെ കമ്പനിക്ക് അന്തസ്. കുടുംബപരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയ ബിസിനസ് ആയിരുന്നു എനിക്ക് കൈമാറി കിട്ടിയത്. തീരെ ചെറിയ നിലയിൽ നിന്നും ആരുടെയും ഉപദേശവും സഹായവും ഒന്നുമില്ലാതെ ഒരു കൊച്ചു കച്ചവടത്തെ SP ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേരിൽ ഞാനാണ് ഒരു സാമ്രാജ്യമാക്കി വളർത്തിയത്. ഇത്രയൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇതിന്റെ ഭാവി എന്ത് എന്ന് തീരുമാനിക്കാനും എനിക്കറിയാം. കമ്പനിയിൽ ഇതുവരെ ഇല്ലാത്ത പുതിയ കുപ്പായങ്ങളൊന്നും ആരും തയ്ക്കണ്ട. മോനും മോളും പെങ്ങളും ആരും. ഹോ ഗയാ, ഹോ ഗയാ, സബ് ഹോ ഗയാ. ഭയ്യ തീരുമാനമെടുത്തു കഴിഞ്ഞു. യേ അന്തിം നിർണയ ഹേ. നമുക്ക് പകരം ശില്പയെ കമ്പനിയിൽ പ്രതിഷ്ഠിക്കും. അതിനു മുമ്പ് ഞാൻ അവളെ കൊല്ലും. അവൾ മാത്രമല്ല, മമ്മിയെ ചതിക്കാൻ കൂട്ടുന്ന ആ സ്ത്രീ അവരും ഇല്ലാതാവണം. SP, ആര്യനും ചൈത്രയ്ക്കും അവരുടെ ഡാഡിയെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ തോന്നിയെങ്കിൽ ആ നിമിഷം തന്നെ SP അത് തിരുത്തണമായിരുന്നു. അവരോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് പകരം ഇങ്ങനെ മാറിയിരുന്ന് തല പുകച്ചിട്ട് എന്ത് കാര്യം? SP എനിക്ക് നന്നായിട്ടറിയാം. വീണ്ടും വിവാഹം കഴിക്കാൻ ഞാൻ എത്ര ആലോചനകൾ കൊണ്ടുവന്നത്. മായയെ കരുതി മാത്രമാണ് SP അതൊന്നും സമ്മതിക്കാതിരുന്നത്. പക്ഷെ ഇതൊന്നും മക്കൾക്കറിയില്ല. അതൊക്കെ അവരോട് തുറന്നു പറയണം. അപ്പോഴേ അവര് ഡാഡിയുടെ ത്യാഗം എന്താണെന്ന് മനസ്സിലാക്കൂ. എന്നോടെങ്കിലും ഒന്ന് സത്യം പറ SP. ശില്പ SP-യുടെ മകള് തന്നെയാണോ? അതേടോ, അവൾ എന്റെ മോള് തന്നെയാ. എന്റെ മക്കളും താനും പിന്നെ ഈ വീട്ടിലെ മറ്റുള്ളവരും നാട്ടുകാരും ഒക്കെ അങ്ങനെ കരുതിക്കോ. ഐ ഡോണ്ട് കെയർ. ശില്പയ്ക്ക് എന്ത് പോസ്റ്റ് നൽകണമെന്നും ഇനിയുള്ള എന്റെ ജീവിതത്തിൽ അവൾ ആരായിരിക്കണമെന്നും ഞാനും മായയും കൂടെ ചേർന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. മായയോ? അതെ, വേറെ ആരോടും ആലോചിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അല്ല,
ശില്പയ്ക്ക് എന്ത് പോസ്റ്റാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് തൽക്കാലം ഞാനും മായും അല്ലാതെ മറ്റാരും അറിയണ്ട. അങ്ങനെ പറഞ്ഞ് ശരിയാവില്ല SP. HR-ൽ അറിയിച്ച് പേരിനെങ്കിലും ഒരു ഇന്റർവ്യൂ നടത്തണ്ടേ? അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയക്കണ്ടേ? അവളെ ഇന്റർവ്യൂ ചെയ്യാനായി നമ്മൾ രണ്ടുപേരും കൂടി ശില്പയുടെ നാട്ടിലേക്ക് പോവും, രാമപുരത്തേക്ക്. അതിനുശേഷം അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്ത് അവളെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരും. ഇതാണ് എന്റെ ഡിസിഷൻ. അല്ല SP, ശില്പയുടെ പോസ്റ്റ് എന്താണെന്ന് ഞാനെങ്കിലും ഒന്ന് അറിയണ്ടേ? വേണ്ട, എന്റെ തീരുമാനം ആദ്യം അറിയുന്നത് ശില്പയായിരിക്കും. അതിൽ ഒരു മാറ്റവും ഇല്ല. രാമപുരത്തേക്ക് എന്ന് പോകാൻ പറ്റും? എന്റെ ഷെഡ്യൂളുകളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേഗം ഒന്ന് പറഞ്ഞേക്കണം. ശില്പയെ അവൾ അർഹിക്കുന്ന പദവിയിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം അനിയുടെ വിദേശത്തെ നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ഇത് നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്നൊന്നും എനിക്കറിയില്ല. രണ്ടിലേതായാലും ഈ ഓഡിയോ മെസ്സേജ് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. മിസ്റ്റർ SP, അനിരുദ്ധന, നമ്മൾ തമ്മിലുള്ള ഒളിപ്പോര് തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? ഇനി അത് നിർത്താം. അധികം വൈകാതെ നിന്റെ തട്ടകത്തിലേക്ക് ഞാനും വരുന്നു, കേരളത്തിലേക്ക്. ഇനി നടക്കാൻ പോകുന്നത് യുദ്ധം, നേർക്കുനേർ പോരാട്ടം. രണ്ടിൽ ഒരാൾ തീരുന്നത് വരെ അവസാനിക്കാത്ത കുരുക്ഷേത്രം. വെയിറ്റ് ആൻഡ് സീ. SP, ഇപ്പോ ആരുടെ മെസ്സേജാ കേട്ടത്? ആ, ഏതോ ഒരു ശത്രുവാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാ അയാള്?